നമസ്കാരം, ജനഭൂമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ രാജേന്ദ്രൻ പന്തളം. അദ്ദേഹം പ്രസിദ്ധനായ മാധ്യമ പ്രവർത്തകനാണ്, ഇംഗ്ലീഷ് ജേർണലിസ്റ്റൊക്കെ ആയിരുന്നു. തിരുവനന്തപുരം ദൂരദർശനിൽ ദീർഘനാൾ അദ്ദേഹം ജോലി ചെയ്തിരുന്നു. വളരെ നിർണായകമായ സ്ഥാനങ്ങളിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്നു. അദ്ദേഹമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമ്മുടെ ഇപ്പോഴത്തെ വിഷയം അറിയാമല്ലോ സാറേ, ഇപ്പോൾ അമിത്ഷാ പാർലമെൻറ്റിലേക്ക് വീണ്ടും ഒരു വരവ് കൂടി വരുന്നുണ്ട് എന്നാണ് കേട്ടത്. FCRA അടക്കമുള്ള ബില്ലുകൾ, FCRA ബില്ല് മാത്രമല്ല, നമ്മുടെ മാറ്റിവച്ചിരിക്കുന്ന മണ്ഡല പുനർനിർണയം, അതോടൊപ്പം തന്നെ വനിതാ സംവരണം അടക്കമുള്ള ബില്ലുകൾ പാസ്സാക്കാൻ പോകുന്നു. അത് ഇന്ത്യ മുന്നണി പാലം വലിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ തവണ പാസ്സാക്കാൻ കഴിഞ്ഞില്ല. രാജ്യത്തെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യം ഉള്ള ഒരു ബില്ലായിരുന്നു. പക്ഷെ അവർ രാജ്യത്തെ വനിതകളെ പരാജയപ്പെടുത്തുകയായിരുന്നു ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി ഒരു ഗംഭീരമായ പ്രസംഗമൊക്കെ നടത്തിയിരുന്നു. എന്താണ് സാർ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു അമിത്ഷായുടെ ഒരു വരവ്? വനിതകളെ പരാജയപ്പെടുത്തി എന്ന് മാത്രമല്ല, അതിൻ്റെ ആഘോഷങ്ങൾ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ മറ്റു കക്ഷികളും അവർക്കുള്ള അവകാശം, അധികാരത്തിൻ്റെ പങ്ക് നിഷേധിച്ചതിനെ തുടർന്ന് ആഘോഷമായിട്ട് കൈകൊട്ടിക്കളിയും അവിടെ പടക്കം പൊട്ടിക്കലും ലഡു പൊട്ടിക്കലും ഒക്കെ നടത്തി നിഷ്ഠുരമായ രീതിയിൽ. ഇപ്പോൾ പ്രിയദർശിനി എന്ന് പറഞ്ഞ് കേരളത്തിൽ അനുബന്ധമായിട്ട് ഞാനൊന്ന് പോവുകയാണ്. ഒരു ബസ് അവർക്ക് സർവീസ് കൊടുത്തു. കൊടുത്ത ആ വകുപ്പിൻ്റെ മന്ത്രി CP ജോൺ എന്താ പറഞ്ഞത്? എല്ലാം കൂടെ തള്ളിക്കയറുകയാണ് എന്ന് പറഞ്ഞാൽ, യജമാനൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന വേലക്കാരികളെപ്പോലെ അവരെ ആട്ടിപ്പുറത്താക്കാനുള്ള ക്രൂരമായ തരം താണ് അപലപിക്കുന്നത്. അതായത് ഒരു യജമാനൻ തൻ്റെ സ്വത്താണ് ഈ KSRTC എന്ന് വിചാരിക്കുന്ന ഒരു യജമാനൻ എങ്ങനെയാണോ തൻ്റെ ഭൃത്യരോട്, ഇതിപ്പോഴെങ്ങും അങ്ങനെ പെരുമാറാറില്ല കേട്ടോ. പണ്ട് കൊല്ലും കൊലയും മാടമ്പി സമ്പ്രദായവും നാടുവാഴിത്തവും നിലവിലുണ്ടായിരുന്ന സമയത്ത് എല്ലായിടത്തുമില്ല, ചില വീടുകളിൽ പെരുമാറിയിരുന്നത് പോലെയാണ് CP ജോൺ പെരുമാറിയിരുന്നത്. നാണക്കെടുത്തുന്ന സ്ത്രീകളെ മൊത്തത്തിൽ അപമാനിക്കുന്ന ഒരു കാര്യമല്ലേ, തള്ളിക്കയറുകയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് മനഃശാസ്ത്രം, ഇവരുടെ മനഃശാസ്ത്രം ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കിക്കോളും. താൻ ജയിക്കാൻ പോകുന്നില്ല. ഏതു മണ്ഡലത്തിൽ പോയി നിന്നാലും താൻ ജയിക്കാൻ പോകുന്നില്ല. ഇപ്പോഴേ പറയാം, മന്ത്രി എന്നുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മന്ത്രിയായിരുന്നു. അപ്പോൾ അവരുടെ സ്ത്രീകളോടുള്ള സ്നേഹം, ഇതേ സ്നേഹം തന്നെയാണ് പാർലമെൻറ്റിലും പ്രതിഫലിച്ചത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കള്ളാടി ദുരന്തത്തിൽ പലരും മണ്ണിനടിയിൽപ്പെട്ട് ശ്വാസം മുട്ടി മരിച്ചപ്പോഴും വയനാട്ടുകാർ വൻഭൂരിപക്ഷത്തോടെ ജയിപ്പിച്ചു വിട്ട പ്രിയങ്ക ഗാന്ധി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. സ്ത്രീകളായിരുന്നു അതിൽ ഭൂരിപക്ഷവും. പ്രിയങ്ക ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നടത്തിയ വോട്ടിങ്ങിൽ അവരൊന്നും തിരിഞ്ഞു നോക്കിയില്ല. നന്ദി കാണിക്കാതെ അവർക്കുള്ള അവകാശം 30% അവകാശം എങ്കിലും കൊടുക്കണം ഉള്ള ഒരു ഭേദഗതിയോടുകൂടി ഭരണഘടന ഭേദഗതി കൊണ്ടുവരുന്നതിന് എതിർത്ത് തോൽപ്പിച്ചതിൻ്റെ ആവേശം, ലഹരിയാണ് പാർലമെൻറ്റിൽ കണ്ടത്. ഇപ്പോൾ ഇവരെ കോക്രോച്ച് പാർട്ടിക്ക് വേണ്ടിയിട്ട് പാർലമെൻറ്റ് കഴിഞ്ഞ ഒരു മാസത്തിലേറെയായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. പാൻഡേമോണിയം, ചെകുത്താൻ്റെ സദസ്സു പോലെ അത് ഇവരാക്കി തീർക്കി. ആരെങ്കിലും സംസാരിക്കുമ്പോൾ ജനങ്ങൾക്ക് കിട്ടാനുള്ള ഉത്തരം മന്ത്രിമാർ പറയുമ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും സഹായിക്കുന്ന തരത്തിലുള്ള ഈ പ്രിയദർശിനിയുടെ ഈ സൗജന്യ ബസ് യാത്രയേക്കാൾ എത്രയോ മടങ്ങ് പ്രയോജനപ്പെടുന്ന ബില്ലുകൾ അവരുടെ അവതരിപ്പിക്കുമ്പോൾ ബഹളമുണ്ടാക്കിക്കൊണ്ട് അവർ പാർലമെൻറ്റ് നടപടികൾ തടസ്സപ്പെടുത്തി കോടിക്കണക്കിന് രൂപ ഈ രാജ്യത്തെ ഖജനാവിന് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ നശിപ്പിക്കുകയാണ്. രാജ്യദ്രോഹികൾ മാത്രം ചെയ്യുന്ന പരിപാടികൾ. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഇഷ്യൂ പരിഹരിക്കപ്പെട്ടു. അതിന് നടത്തിയിരുന്ന കോക്രോച്ച് പാർട്ടിയും പിൻവാങ്ങിക്കഴിഞ്ഞു. വാഞ്ചുക്കും പിൻവാങ്ങി, മോദിയെ പുകഴ്ത്താനും തുടങ്ങി. പക്ഷേ ഇവർക്ക് എന്തിനു വേണ്ടിയാണോ പാർലമെൻറ്റ് തല്ലിത്തകർത്തുകൊണ്ടിരുന്നത്? കാരണം സുപ്രധാനവും ഇന്ത്യയുടെ ചരിത്രത്തിലെ സമം ഇല്ലാത്തതുമായ സാമ്യമകന്നതുമായിട്ടുള്ള 2 സുപ്രധാനമായിട്ട ബില്ലുകൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. ഒന്ന് ഡീലിമിറ്റേഷൻ. ആ ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ടതാണ്. കാരണം പലർക്കും വിവരമില്ലാതെ പറയുന്ന ഡീലിമിറ്റേഷൻ തന്നെ വനിതാ സംവരണവും കൊടുത്താൽ പോരെ. ആ വനിതാ സംവരണ ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ടതാണ്. അതിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ഈ വനിതാ സംവരണം നടത്തുന്നത് ഡീലിമിറ്റേഷനോട് കൂടി വേണം. രണ്ടും കൂടെ ലിങ്ക്ഡാണ്. ഒന്ന് മാത്രമായിട്ട് നടപ്പാക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഇനി ജയിപ്പിക്കുക എന്നുള്ള ഒന്നാമത്തെ ബില്ല്. മറ്റൊന്ന് FCR. ഈ രാജ്യത്ത് മണിപ്പൂരിൽ നടന്ന വിധ്വംസക പ്രവർത്തനങ്ങൾ വരെ മണിപ്പൂരിലെ നൂറുകണക്കിന് ആൾക്കാരുടെ കുക്കികളായാലും ശരി, മെയ്ത്തികളായാലും ശരി,
അവരുടെ മരണത്തിനിടയാക്കിയത് ഫോറിൻ ഫണ്ടിൻ്റെ എക്സ്ചേഞ്ചാണ്. ഇങ്ങോട്ട് ഫോറിൻ ഫണ്ട് ഇഷ്ടം പോലെ ഇങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ്. കഞ്ചാവും മറ്റും കടത്തി വിടുന്നത് പോലെ കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് നിർബന്ധിത മതപരിവർത്തനങ്ങൾക്ക് ഒക്കെ വേണ്ടിയിട്ട് പല കള്ളങ്ങളും പറഞ്ഞ് കള്ള ഫോട്ടോകൾ അങ്ങോട്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് ഇവരെയൊക്കെ സഹായിക്കാനാണെന്നും പറഞ്ഞ് ഫോട്ടോ അങ്ങോട്ട് അയക്കും. പണമുള്ള ധാരാളം ഇവാഞ്ചലിസ്റ്റ് ഗ്രൂപ്പുകൾ അമേരിക്കയിലുണ്ട്. അവരുടെ പണമെല്ലാം ഇങ്ങോട്ടിങ്ങ് വരും. ഇന്ത്യൻ ഗവൺമെൻറ്റിനെ തകർക്കാനുള്ള ജോർജ് സൊറോസിൻ്റെ ഫണ്ടും വരുന്നത് ഈ വഴിക്കാണ്. ഏത് ഗവൺമെൻറ് വന്നാലും അവർക്ക് സ്റ്റേക്ക് അവരുടെ താല്പര്യം അനുസരിച്ചില്ലെങ്കിൽ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനൊരവസ്ഥയിൽ അതിനൊരു തടയിടാൻ വേണ്ടിയിട്ടുള്ളതാണ് FCRA ബിൽ. അല്ലാതെ ഏതെങ്കിലും മതത്തിനെതിരായിട്ടുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ ഹിന്ദു മതത്തിനാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടുന്നത്. പല മാതാമൃതാനന്ദമയി ഫൗണ്ടേഷൻ, വിവേകാനന്ദ ഫൗണ്ടേഷൻ, പിന്നെ ശ്രീരാമകൃഷ്ണ മിഷൻ ഇവർക്കെല്ലാം കിട്ടുന്നുണ്ട്. അവർക്കൊന്നും ഒരു ഇസ്ലാമിക സംഘടനകൾക്കും കിട്ടുന്നുണ്ട്. അവർക്കൊന്നും ഒരു തരത്തിലുള്ള പരാതിയില്ല. ഈ കണക്കൊന്ന് കാണിക്കണമെന്നുള്ളത് മാത്രമേ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. ആ കണക്ക് കാണിക്കാൻ പേടി. ഞങ്ങൾ കണക്കൊന്നും കാണിക്കത്തില്ല. അത് ദുസ്വാതന്ത്ര്യമല്ലേ, അത് അനുവദിച്ചു കൊടുക്കുമ്പോൾ അതും വരാൻ പോവുകയാണ്. അതും ഇത് അവതരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് സോണിയാഗാന്ധിയുടെ കുടുംബക്കാരായ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഈ ഇന്ത്യ രാജ്യത്തെയും ഇന്ത്യയുടെ പാർലമെൻറ്റിനെയും ഹൈജാക്ക് ചെയ്യുന്നത്. കാരണം എന്താ? അവർ നല്ല ഒന്നാം തരം കാത്തലിക് ക്രിസ്ത്യൻസാണ്. അപ്പോൾ ഈ അവരുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഇപ്പോഴത്തെ ട്രംപിൻ്റെ താല്പര്യമാണ്. ഇവാഞ്ചലിസ്റ്റുകളുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ് ട്രംപ്. ജോർജ് സൊറോസ്, മാർക്കോ റൂബിയോ ഇവിടെ എത്തിയപ്പോൾ ആദ്യം കണ്ടത്, പ്രധാനമന്ത്രി കാണുന്നതിനൊക്കെ ആദ്യം കണ്ടത് കൊൽക്കത്തയിലേക്കായിരുന്നു. സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന സംഘടനയിലേക്കാണ് പോയത്. കാരണം അവിടേക്കാണ് പണം ഏറ്റവും കൂടുതൽ ചെലവഴിക്കപ്പെടുന്നത്. അവിടെയും ഈ ചാരിറ്റി എന്ന് പറയുന്നത് മദർ തെരേസ അല്ല, അതിനപ്പുറം ചില ആൾക്കാർ അവിടെ നടത്തുന്നത് ഈ നിങ്ങൾക്കെല്ലാം രക്ഷകനായിട്ടുള്ളത് ക്രിസ്തുവാണ്, അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് പരിവർത്തനം ചെയ്യണം എന്നിട്ട് ഉള്ള പാഠങ്ങളാണ്. ഇവിടെ ബ്രദർ തങ്കു എന്നൊക്കെ പറഞ്ഞ് നടത്തുന്നു. ഇതാണ് അത്ഭുത രോഗശാന്തി ശുശ്രൂഷ എന്നൊക്കെ പറയുന്ന ദിവ്യാത്ഭുതങ്ങളെന്ന് വിശ്വാസശീലരായിട്ടുള്ള ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് പറഞ്ഞു കിടക്കുകയാണ്. ഇതൊക്കെ എന്നേക്കൊന്ന ഓമല്ലൂർ കണ്ടില്ലേ, അവിടെ ഒരു പാസ്റ്റർ കാണിച്ച തെമ്മാടിത്തരങ്ങൾ. ഇന്ന് വരെ അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അതിൻ്റെ സാമ്രാജ്യമായിട്ട് അങ്ങനെ ഇപ്പോൾ ഇന്ത്യ മുഗള സാമ്രാജ്യം പോലെയോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കൊളോണിയലിസം പോലെയോ അങ്ങനെ ഇപ്പോൾ ആരും ഒരു സഭയും ഭരിക്കേണ്ട കാര്യമില്ല, ഹിന്ദുക്കളും ഭരിക്കേണ്ട. അതിനകത്ത് ഒരു തുല്യനീതി ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക, ഇവർ യഥാർത്ഥത്തിൽ ഈ വത്തിക്കാൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ വത്തിക്കാനല്ല, പ്രധാനമായിട്ടും ഇവാഞ്ചലിക്കൽസ് US നിയന്ത്രണത്തിലാണ്. ഈ US നിയന്ത്രണത്തിൽ ആകുന്ന ഈ സംഘടനയുടെ ഒരു ഭരണ ചുമതല ഇവർ എന്തെങ്കിലും കാണിച്ചു കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവർ നിർത്തലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇതിൻ്റെ ഒരു ചുമതല വരുന്നത് ഇന്ത്യൻ സർക്കാർ പറയുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാർ ഫോം ചെയ്യുന്ന ഒരു ട്രസ്റ്റിന്മേലായിരിക്കും എന്നുള്ളത്. അതാണ് ഇവരെ ഒരു വലിയ ഡെസിഗ്നേറ്റഡ് ബോഡി എന്നാണ്. അതെ, ഡെസിഗ്നേറ്റഡ് ബോഡി. അതെ, ചുമതല കൊടുക്കുന്ന ഒരു ബോഡിയുടെ കീഴിലായിരിക്കും. അപ്പൊ ആ ബോഡി ഇങ്ങനൊരു ഭരണം നടത്തി കഴിയുമ്പോഴത്തേക്കും ഇവരുടെ പ്രധാനപ്പെട്ട മേലധ്യക്ഷന്മാർക്ക്, മേലാളന്മാർക്ക് വലിയ പ്രശ്നം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതെന്താണ് അവർ അങ്ങനൊരു അതിനന്തരം അവർ പേടിക്കുന്നു. പേടി എവിടെയാണ്? മടിയിൽ കനമുള്ളപ്പോഴാണ് പേടി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മറവിൽ എന്തൊക്കെയോ നടത്തുന്നുണ്ട് കുൽസിത വൃത്തികൾ. അതൊക്കെ നിർത്തേണ്ടി വരും. ഇനി കഴിഞ്ഞ തവണ നേരത്തെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പിടിക്കപ്പെടും. ഓരോ സ്വത്തിനും സമ്പാദിച്ചതിനും കണക്ക് വേണം. തന്നെയല്ല, അൽമായരെ ചതിച്ചുകൊണ്ട് പല പിതാക്കന്മാരും അത് ദുരുപയോഗം ചെയ്തിട്ടുണ്ട് അവരുടെ സ്വകാര്യ ആവശ്യത്തിനായിട്ട്. മാർ ആലഞ്ചേരിയുടെ പേരിലുള്ള കേസുകളൊക്കെ നമുക്കറിയാമല്ലോ. അത് നമ്മളാരും മറ്റ് മതങ്ങൾ പറയുന്നതല്ല, അവരുടെ സമുദായത്തിനുള്ളിൽ തന്നെ പറയപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെ എതിരെ നമ്മുടെ രാജ്യത്ത് ഇതിനെല്ലാം ട്രാൻസ്പെറൻസിയുടെ കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അവർ തന്നെ പറയുന്നു ട്രാൻസ്പെറൻറ്റ് ആവണമെന്ന്. ആ ട്രാൻസ്പെറൻസിയുടെ കാലത്തിലൂടെ പോകുമ്പോൾ എല്ലാവർക്കും ബാധകമായി. ഏതെങ്കിലും ഒരു സഭയ്ക്കെന്ന് പറഞ്ഞോ, ഏതെങ്കിലും ഒരു മതത്തിനെന്നോ പറഞ്ഞു. ഇതിൻ്റെ രസം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ വരുന്ന ക്രക്സ് ഓഫ് അവർ പോയിന്റ് ഈസ് ദാറ്റ് ഈ രണ്ട് ബില്ലുകളും അതിന് വേണ്ട പിന്തുണ കിട്ടണം. ഭരണഘടനാ ഭേദഗതിയാണ്. 3/2 ഭൂരിപക്ഷം കിട്ടണം. 3/2 ഭൂരിപക്ഷം എന്ന് പറയുന്നത് 354 സഭയിലുള്ള ആളുകളുടെ പ്രസൻസ് അനുസരിച്ചാണ്. അതനുസരിച്ചാണ് ആയിക്കോട്ടെ. ഈ ഭൂരിപക്ഷത്തിനടുത്തേക്ക് എത്തിയിരിക്കുകയാണ് പിന്നെ NDA മുന്നണി. ഇതിൻ്റെ സൂത്രധാരൻ ഡൽഹിയിലിരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്ന അമിത് ഷാ ആണ്. അദ്ദേഹം എല്ലാ ദിവസവും പാർലമെന്റിൽ വരുന്നുണ്ടെന്നേ. രാവിലെ പലരും പറയുന്നത് ഈ അമിത്ഷാ പാർലമെന്റിൽ വരുന്നില്ല. 10 മണിയാവുമ്പോൾ അദ്ദേഹം ലോക്സഭയിലെത്തും. സമയം എന്താണെന്നാൽ ചോദ്യോത്തരവേള. അവിടെ ഉത്തരം പറയാനാ
പക്ഷേ അവിടെ ഒരൊറ്റ ചോദ്യം പറയാൻ സമ്മതിക്കത്തില്ല രാഹുൽ ഗാന്ധിയും കമ്പനിയും. അതുകൊണ്ട് അദ്ദേഹം മൗനമായിട്ട് തിരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലെ ഓഫീസിലിരുന്ന് പ്രവർത്തിക്കും. എല്ലാ ദിവസവും അറ്റൻഡൻസ് നോക്കിയാൽ അറിയാം, എല്ലാ ദിവസവും അദ്ദേഹം വരുന്നുണ്ട്. എവിടെ ഇരിക്കുകയാണ്, എവിടെ ഒളിച്ചു എന്നൊക്കെയാണ് ചോദിക്കുക. അതൊക്കെ ഒളിക്കുന്നതൊക്കെ നിങ്ങളുടെ രാഹുൽ ഗാന്ധി തന്നെയാണ്. 6 മാസം വിദേശത്തായിരിക്കും, ഇവിടെ ഒരു മാസം ഉണ്ടെങ്കിൽ എവിടെയാണെന്ന് ആരോടെയും പറയാതെ രഹസ്യമായിട്ടും സുതാര്യം. പിന്നെ DD സതീശൻ വല്ല നിക്ഷേപകരെ കാണാൻ പോയ പോലെ ആരുടെയും പറയില്ല. രഹസ്യം, ചിലത് രഹസ്യമായിരിക്കണം. ഇതുപോലെ രഹസ്യമായിട്ട് വെച്ചിരിക്കുക. രഹസ്യമൊക്കെ പുറത്തു വന്നു കഴിഞ്ഞിട്ടും ഇപ്പോൾ പത്രങ്ങളൊന്നും അത് വാർത്തയായിട്ട് കൊടുക്കുന്നില്ല. കാരണം മോദിയെ എങ്ങനെയെങ്കിലും ഒന്ന് തകർക്കണം. അവരാണ് മോദിയുടെ തലയാണ് അവരുടെ ലക്ഷ്യം. അതാണ്, അതുകൊണ്ടാണ് ഇതൊന്നും പറയാത്തത്. ഏറ്റവും വൃത്തികെട്ട, ഇതുപോലെ വൃത്തികെട്ട ഒരു പ്രതിപക്ഷ നേതാവ് ഇന്ത്യക്ക് ഉണ്ടായിട്ട് വിദേശത്ത് പോയി ജാരവൃത്തി നടത്തുന്നതാണ് എന്ന് പത്രങ്ങൾ, ഞാൻ എഴുതിയതല്ല, ബംഗ്ലാദേശിൽ നിന്നുള്ള ബ്ലിറ്റ്സ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണം എഴുതിയ കാര്യം. ഒരു മറുപടി പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ആരാണ് നാണിക്കുകയും ലജ്ജിക്കുകയും ചെയ്യേണ്ടത്? വലിയ അപകടകാരിയാണ്. പാർലമെന്റിൽ നിന്ന് ഒളിച്ചോടുന്ന ആരാണ്? ഒളിച്ചോടി പോകുന്നത് എന്തെങ്കിലും ക്രൈസിസ് വരുമ്പോൾ ഒളിച്ചോടി വിദേശത്തേക്ക് പോകുന്ന ആരാ? ഇയാളല്ലേ, ഈ രാഹുൽ ഗാന്ധി അല്ലേ? എന്നിട്ട് കിടന്ന് ഇയാളുടെ മസിൽ കണ്ടുകൊണ്ട് പേടിച്ച് അമിത്ഷാ പോയതാണെന്ന് പറഞ്ഞാണ് കോൺഗ്രസ്സുകാർ കിടന്ന് ആവേശം കൊള്ളുന്നത്. മാതൃഭൂമി പത്രം പോലും ആവേശം കൊണ്ടിരിക്കുക. അദ്ദേഹം ബുദ്ധമതത്തിൻ്റെ വജ്ജിയെപ്പറ്റി ആഭ്യന്തരമന്ത്രി മറന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുക. മാതൃഭൂമി നിങ്ങളാണ് നിങ്ങളുടെ ദൗത്യം മറന്നത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഇന്ത്യയുടെ നന്മയ്ക്ക് വേണ്ടി തുടങ്ങിയ ഒരു പത്രം ഇന്ന് ഇന്ത്യയുടെ തിന്മയ്ക്ക് വേണ്ടി, ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യവിരുദ്ധർക്ക് കൂട്ടുനിൽക്കുകയാണ്. നിങ്ങളാണ് ആത്മപരിശോധന നടത്തേണ്ടത്, അമിത്ഷാ അല്ല. അമിത്ഷായും മോദിയും കമ്പനിയും ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, കുടുംബത്തിന് വേണ്ടിയല്ല. അതാണ് നിങ്ങളുടെ ഒരു ED റെയ്ഡ് നടന്നാൽ മതി. നിങ്ങളെപ്പറ്റി നിങ്ങളുടെ അസിസ്റ്റൻ്റ് എഡിറ്റർ P. രാജൻ തന്നെ പലതവണ പറഞ്ഞ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ജനസേവനമൊക്കെ എല്ലാവർക്കും അറിയാം, വനം കൊള്ളയൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കൂടുതൽ വർത്തമാനങ്ങളും എഡിറ്റോറിയലും പറഞ്ഞ് അമിത്ഷായെ പഠിപ്പിക്കേണ്ട, നിങ്ങൾ സ്വയം പഠിക്കും. അത് വേറൊരു കാര്യം. മനോരമയല്ല, ഈ വാർത്തകൾ കണ്ട ഇപ്പം നേപ്പാൾ കത്തിയിരിക്കുക. മാതൃഭൂമിയിലോ മനോരമയിലോ എവിടെയെങ്കിലും ഒരു വാർത്ത കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അപ്പം ഇതുപോലെ കലാപത്തെ ദുർബലമാക്കുമെന്നുള്ളൊരു ധാരണയിൽ അവരത് ചെയ്യാതിരിക്കും. അതെ ദുർബലമാക്കും. ജൻസിയെ ഇങ്ങനെ, എനിക്ക് തോന്നുന്നു ജോർജ് സോറസിൻ്റെ പണം ഈ പത്രങ്ങളിലും വരുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ രാജ്യത്തോട് ഇങ്ങനെ വഞ്ചന കാണിക്കുമോ? വലത് ഒളിച്ചു വെക്കുക. എന്താണ്, മലപ്പുറത്ത് സർക്കുലേഷൻ കുറയാതിരിക്കാൻ പറ്റില്ല. ഈ മോഹൻലാലിൻ്റെ മകൾ വിസ്മയ, അവർ പോലും എന്തിനു വേണ്ടി അതിൻ്റെ ഈ സമയത്ത് എടുത്തിട്ട് അവരുടെ സിനിമ വരുന്നു. അപ്പം മലപ്പുറത്ത് ഉള്ള N മാസമായിട്ടുള്ള വോട്ടുകൾ അവർക്ക് കിട്ടണം. എല്ലാവരുടെയും മാതൃഭൂമിയും മനോരമയും ഈ വിസ്മയവും എല്ലാം ഇതാണ് അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. കാരണം ഹിന്ദുക്കളെ ഇന്ന് തന്തയ്ക്ക് വിളിച്ചാലും അവർ വന്ന് സിനിമ കണ്ടുള്ളൂ. മറ്റേത് അങ്ങനല്ല. അവർക്ക് താല്പര്യമില്ലാത്ത ഒരാൾ മോദിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ജന്മത്താ സിനിമ കാണത്തില്ല. അത്തരം ഭീഷണികളിലൂടെയാണ് കേരളത്തിൽ BJP വളർന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഓർക്കണം. ഓക്കെ, അപ്പോൾ ഈ 2 ബില്ലുകളും മോദിയല്ല അമിത്ഷാ ഒരു വരവ് വരും. അതൊരു 1.5 വരവായിരിക്കും. ഈ 2 ബില്ലുകളും അവിടെ അവതരിപ്പിക്കും. അത് പാസ്സാക്കാനുള്ള ഭൂരിപക്ഷം അദ്ദേഹം സമാഹരിച്ചിട്ടുണ്ട്. ശക്തി ഏതാണ്, വിജയം ഏതാണെന്ന് കാണിച്ചു കൊടുക്കും. വാസ്തവത്തിൽ സ്റ്റൂപ്പിംഗ് ടു കോൺകർ എന്ന് ഷെറിഡൻ പറഞ്ഞതുപോലെ ഈ കോക്രോച്ച് പാറ്റാ സമരം, ഒന്നുമല്ലാതിരുന്ന പാറ്റാ സമരത്തിന് മുമ്പിൽ വെറുതെ ഒന്ന് കീഴടങ്ങിക്കൊടുത്തു വിജയത്തിലേക്കുള്ള വലിയ കുതിപ്പിന് വേണ്ടി. അതാണ് സംഭവിച്ചിട്ടുള്ളത്. ആ വിജയം നമുക്ക് അടുത്ത ആഴ്ച പാർലമെൻറ്റിൽ കാണാം. അമിത്ഷാ ആരാണെന്ന് രാഹുൽ ഗാന്ധിയും കൂട്ടരും ഇവിടെ മനസ്സിലാക്കും. കോക്രോച്ചുകളായിട്ട് നിങ്ങൾ സ്വയം മലർന്നു കിടക്കുന്ന കോക്രോച്ചുകളായിട്ട് നിങ്ങൾ മാറുന്നത് നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഇതുവരെയുള്ളതെല്ലാം പാസ്സായല്ലോ. എത്ര ബില്ലുകൾ പാസ്സാക്കിയെടുത്തു? പ്രതിപക്ഷം പങ്കെടുക്കാതെ നിസ്സഹരിച്ചിട്ടും എത്ര ബില്ലുകൾ പാസ്സാക്കിയെടുത്തു? ഇനി ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന 2 ബില്ലുകൾ, ഡീലിമിറ്റേഷൻ, അതുപോലെ തന്നെ നമ്മുടെ FCRA, ഈ രാജ്യത്ത് നടക്കുന്ന ഇത്തരം കൊള്ളരുതായ്മകൾ അവസാനിപ്പിക്കാനുള്ള ബില്ലും കൂടി വരിക. നിങ്ങൾ എന്ത് ചെയ്യും? ഒരു കുന്തവും ചെയ്യാൻ പോകുന്നില്ല, കണ്ടിരിക്കും. തീർച്ചയായും അത്രേ ഉള്ളൂ. എന്തായാലും വളരെ നിർണായകമായ ബില്ലുകൾ ലോക്സഭ പാസ്സാക്കാൻ പോകുന്നു. താൽക്കാലികമായി ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി എങ്കിലും, അതായത് ഇപ്പോൾ CJP സമരവുമായി ബന്ധപ്പെട്ട ചില മാറ്റങ്ങൾ വരുത്തിയെങ്കിലും അതൊന്നും പരാജയമല്ല. രാജ്യത്തിൻ്റെ തന്നെ വളരെയധികം ശക്തമായ ട്രാൻസ്പെറൻസിക്ക് വേണ്ടിയിട്ടാണ്, ഇന്ത്യയുടെ ജനാധിപത്യം ഏറ്റവും ശക്തമായ രീതിയിൽ നിലനിൽക്കുവാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അടുത്ത നീക്കം എന്ന നിലയിൽ തന്നെയായിരിക്കും ഇന്ത്യയുടെ ഡീലിമിറ്റേഷൻ ബില്ലും വനിതാ സംവരണവും ചേർത്ത് പാസ്സാക്കാൻ പോകുന്നു. ഒപ്പം FCRA. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.